ഗുഡ് മോർണിംഗ്. ഫയൽ ഷെയറിംഗ് ഇൻ നെറ്റ്വർക്ക്സ് എന്ന ലാബ് ആക്ടിവിറ്റി നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. വിൻഡോസ് 10 OS ഇൻസ്റ്റാൾ ചെയ്ത കമ്പ്യൂട്ടറുകളെ കണക്ട് ചെയ്ത നെറ്റ്വർക്കിംഗ് ഡിവൈസായ സ്വിച്ച് ഉപയോഗിച്ച് എങ്ങനെ ഫയൽ ഷെയർ ചെയ്യാമെന്ന് നോക്കാം. ഫയൽ ഷെയറിംഗ് എന്താണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഫയൽ ഷെയറിംഗ് പ്രൊവൈഡ്സ് ആക്സസ് ടു ദ ഫോൾഡേഴ്സ് ഓൺ വൺ സിസ്റ്റം ടു ദി അനദർ സിസ്റ്റം. അതായത് ഫയൽ ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു സിസ്റ്റത്തിലുള്ള ഫയലുകളെ അല്ലെങ്കിൽ ഫോൾഡറുകളെ മറ്റ് സിസ്റ്റത്തിലും നമുക്ക് എഡിറ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കുവാൻ സാധിക്കും. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് 2 or more ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്സ്, നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആയ സ്വിച്ച്, ലാൻ കേബിൾ ഓർ ഈതർനെറ്റ് കേബിൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി സിസ്റ്റത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ NIC നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മുടെ പുതിയ സിസ്റ്റങ്ങളിൽ ബിൽറ്റ് ഇൻ ആയിട്ട് NIC ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് മദർ ബോർഡിൻ്റെ PCI സ്ലോട്ടിൽ NIC ഇൻസേർട്ട് ചെയ്ത് ഉപയോഗിക്കാം. സ്വിച്ച് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിംഗ് ഹാർഡ്വെയർ ആണ്. നെറ്റ്വർക്കിംഗ് ഡിവൈസ് ദാറ്റ് കണക്ട്സ് ഡിവൈസസ് ഓൺ നെറ്റ്വർക്ക്. ഇറ്റ് റിസീവ്സ് ആൻഡ് ഫോർവേഡ് ഡേറ്റ ടു ദ ഡെസ്റ്റിനേഷൻ പ്ലേസ്. നമ്മളിവിടെ 8 പോർട്ട് സ്വിച്ചാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ത്രൂ ക്രിമ്പിംഗ് ചെയ്ത ലാൻ കേബിൾ അല്ലെങ്കിൽ ഈതർനെറ്റ് കേബിളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്വിച്ച് യൂസ് ചെയ്ത് രണ്ട് സിസ്റ്റത്തെ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. സ്വിച്ച് യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഫയൽ ഷെയർ ചെയ്യുന്നതെങ്കിൽ ക്രോസ് ഓവർ ക്രിമ്പ് ചെയ്ത കേബിളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി സിസ്റ്റങ്ങൾ തമ്മിൽ നമ്മൾ സ്വിച്ച് ഉപയോഗിച്ച് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. CAT 5 ഓർ CAT 6 കേബിളിൻ്റെ RJ45 കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സൈഡ് സിസ്റ്റത്തിൻ്റെ ഈതർനെറ്റ് പോർട്ടിലും മറ്റേ സൈഡ് സ്വിച്ചിൻ്റെ പോർട്ടിലും കണക്ട് ചെയ്യുക. റിപ്പീറ്റ് ദി സെയിം പ്രൊസീജിയർ ഫോർ ദ സെക്കൻഡ് സിസ്റ്റം ഓൾസോ. സ്വിച്ചിൻ്റെ ഏതൊക്കെ പോർട്ടിലാണോ നമ്മൾ സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്വിച്ചിലുള്ള LED ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ ഫയൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ട് സിസ്റ്റത്തിലും IP അഡ്രസ്സ് സെറ്റ് ചെയ്യണം. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ IP അഡ്രസ്, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് കോൺഫിഗർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് ആദ്യം നോക്കാം. വിൻഡോസ് 10ൻ്റെ ടാസ്ക് ബാറിൻ്റെ റൈറ്റ് സൈഡിലുള്ള സിസ്റ്റം ട്രേയിൽ നിന്നും നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് ഐക്കൺ സെലക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ കൺട്രോൾ പാനലിൽ നിന്നും നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് സെലക്ട് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ചേഞ്ച് നെറ്റ്വർക്ക് സെറ്റിംഗ്സിൽ നിന്നും ക്ലിക്ക് ചേഞ്ച് അഡാപ്റ്റർ സെറ്റിംഗ്സ്. റൈറ്റ് ക്ലിക്ക് ഈതർനെറ്റ് ആൻഡ് ദെൻ ടേക്ക് പ്രോപ്പർട്ടീസ്. ഇവിടെ നമുക്ക് IP അഡ്രസ്സ് സെറ്റ് ചെയ്യാം. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ IPv4 അഡ്രസ്സാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. 32-bit address that is used to identify a device in a network separated by dots. നമ്മളിവിടെ ക്ലാസ് C പ്രൈവറ്റ് അഡ്രസ്സാണ് സെറ്റ് ചെയ്യുന്നത്. 192.168.1.2. ക്ലാസ് C നെറ്റ്വർക്കിന് ഡിഫോൾട്ടായിട്ട് സബ്നെറ്റ് മാസ്ക് 255.255.255.0. പിന്നെ നമുക്ക് ഡിഫോൾട്ട് ഗേറ്റ് വേ സെറ്റ് ചെയ്യാം. ഡിഫോൾട്ട് ഗേറ്റ് വേ ക്യാൻ ബി എനി യുണീക്ക് അഡ്രസ് വിത്തിൻ ദ സബ്നെറ്റ് ഇറ്റ് സെൽഫ്. നമുക്കിവിടെ 192.168.1.5 എന്നുള്ള ഇത് സെറ്റ് ചെയ്യാം. ക്ലിക്ക് OK. ഷെയറിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ചേഞ്ച് ഷെയറിംഗ് ഓപ്ഷൻസ് ഫോർ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് പ്രൊഫൈൽസ് എന്ന ഓപ്ഷനിൽ മെയിനായി 3 ഓപ്ഷനുകളുണ്ട്. പ്രൈവറ്റ്, ഗസ്റ്റ്, ഓൾ നെറ്റ്വർക്ക്സ്. എല്ലാ ഓപ്ഷനുകളും ചെക്ക് ചെയ്യുക. പാസ്വേഡ് ഓപ്ഷൻ ഓഫ് ചെയ്യുക. വിൻഡോസ് ഫയർവാൾസ് കൺട്രോൾ പാനലിൽ നിന്നും ഓഫ് ചെയ്തിടുക. അതിനുശേഷം സേവ് ചേഞ്ചസ് കൊടുക്കുക.
ഫസ്റ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഫോൾഡർ SWS2020 എന്നുള്ള ഫോൾഡറാണ്. ആ ഫോൾഡർ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. അതിൽ നിന്നും ഷെയറിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് എവരിവൺ എന്നുള്ള ഓപ്ഷൻ ആഡ് ചെയ്യുക. ഷെയറിങ്ങിൻ്റെ പെർമിഷൻസ് നമ്മളവിടെ സെറ്റ് ചെയ്യണം. റീഡ് ആണോ റീഡ് റൈറ്റ് ആണോ എന്നുള്ളത്. റീഡ് റൈറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എഡിറ്റിംഗ് പോസിബിൾ ആവുകയുള്ളൂ. അഡ്വാൻസ് ഷെയറിങ്ങിൽ നിന്നും ഷെയർ ദ ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അപ്ലൈ ഓക്കെ കൊടുക്കുക. രണ്ടാമത്തെ സിസ്റ്റത്തിലും IP അഡ്രസ്സ് നമുക്ക് ഇതേപോലെ തന്നെ കോൺഫിഗർ ചെയ്യണം. നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ചേഞ്ച് അഡാപ്റ്റർ സെറ്റിംഗ്സ്, ഈതർനെറ്റ് ആൻഡ് ദെൻ ടേക്ക് പ്രോപ്പർട്ടീസ്. അവിടെ നമ്മൾ IP അഡ്രസ്സ് സെറ്റ് ചെയ്യുക. IPv4 അഡ്രസ്സ് പ്രോപ്പർട്ടീസ് എടുത്ത് സെറ്റ് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കിടന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത്. നമുക്കതൊന്നുകൂടെ ക്ലിയർ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. IP അഡ്രസ്സ് സെറ്റ് ചെയ്യുന്നത് 192.168.1.1 എന്നുള്ള IP അഡ്രസ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ക്ലാസ് C പ്രൈവറ്റ് അഡ്രസ്സ്. ഡിഫോൾട്ടായിട്ടുള്ള സബ്നെറ്റ് മാസ്ക് 255.255.255.0 ഗേറ്റ്വേയും സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഷെയറിംഗ് ഓപ്ഷന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഓപ്ഷൻസ് പ്രൈവറ്റ്, ഗസ്റ്റ്, ഓൾ നെറ്റ്വർക്ക്സ് എന്നുള്ള ഓപ്ഷനുകളൊക്കെ ചെക്ക് ചെയ്യുക. പാസ്വേഡ് ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ടെങ്കിൽ അത് ഓഫാക്കി സെറ്റ് ചെയ്യുക. ഇപ്പോൾ രണ്ട് സിസ്റ്റത്തിൽ നമ്മൾ IP അഡ്രസ്സ് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു. ഷെയറിംഗ് ഓപ്ഷനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഷെയർ ചെയ്ത ഫോൾഡർ കാണുന്നതിനായി രണ്ടാമത്തെ സിസ്റ്റത്തിലെ നെറ്റ്വർക്ക് ഓപ്ഷൻ എടുത്ത് സിസ്റ്റം നെയിം സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് SWS2020 എന്ന ഷെയർ ചെയ്ത നമ്മുടെ ഫോൾഡർ കാണാൻ സാധിക്കും. കൂടുതൽ സെക്യൂരിറ്റി ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ എവരിവൺ എന്ന ഓപ്ഷന് പകരം യൂസറിനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ട്രബിൾ ഷൂട്ടിങ്ങിനായി നമ്മൾക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ പിങ് എന്നുള്ള കമാൻഡ് നമുക്ക് കൊടുക്കാവുന്നതാണ്. പാക്കറ്റ് ഇൻ്റർനെറ്റ് ഗ്രോഫർ. പിങ് കമാൻഡ് പിങ് സ്പേസ് IP അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ പാക്കറ്റ് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. നെറ്റ്വർക്ക് കണക്ടിവിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ കമാൻഡ് ഉപയോഗിക്കുന്നത്. റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ കണക്ഷൻ ഫയർവാൾസ് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ മറ്റൊരു പ്രോബ്ലം കാണുന്നത് നമ്മുടെ കേബിളിൻ്റെ കണ്ടീഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേബിളിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയും ഫയർവാൾസ് ഓഫ് ആക്കുകയും ചെയ്യണം. ഇൻ്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോൾ ICMP യൂസ് ചെയ്താണ് പിങ് കമാൻഡ് വർക്ക് ചെയ്യുന്നത്. പിങ് കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എറർ മെസ്സേജുകളാണ് റിക്വസ്റ്റ് ടൈംഡ് ഔട്ട്, പാക്കറ്റ് ലോസ്, ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് അൺറീച്ചബിൾ മുതലായവ. കമാൻഡ് പ്രോംപ്റ്റിൽ IP config എന്ന് നമ്മൾ ടൈപ്പ് ചെയ്താൽ നമ്മൾ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത IP അഡ്രസ്സ്, സബ്നെറ്റ് മാസ്ക്, ഡിഫോൾട്ട് ഗേറ്റ്വേ മുതലായവ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും.
ipconfig Internet Protocol configuration displays all current TCP/IP configuration values. Thank you.